മാലിയിൽ ചെറുകിട സ്വർണ്ണഖനിയിൽ അപകടത്തിൽ 40 മരണം. മാലിയുടെ പടിഞ്ഞാറൻ മേഖലയിലെ സ്വർണ്ണഖനിയിലാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കൊല്ലപ്പെട്ടവരിലേറെയും സ്ത്രീകളാണ്. ശനിയാഴ്ചയാണ് ഖനി തകർന്ന അപകടം നടന്നത്. അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് സൂചന. കെനീബ പട്ടണത്തിന് സമീപമാണ് ചെറുകിട സ്വർണ്ണഖനി പ്രവർത്തിച്ചിരുന്നത്. ഈ വർഷത്തിലെ രണ്ടാമത്തെ അപകടമാണിത്. ഫ്രഞ്ച് സംസാരിക്കുന്ന മാലിയിലെ മേഖലയാണ് അപകടം നടന്ന പ്രദേശം. ആഫ്രിക്കയിലെ ഏറ്റവും അധികം സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണിത്. ചൈനീസ് സ്വദേശികളായിരുന്നു ഈ ഖനി പ്രവർത്തിപ്പിച്ചത്. ജനുവരി 29-ന് മാലിയിലെ ഖനിയിലുണ്ടായ അപകടത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. കൂലിക്കോരോ മേഖലയിലെ ഖനിയിലാണ് അപകടം നടന്നത്. കഴിഞ്ഞ ജനുവരിയിൽ ബാമാക്കോ മേഖലയിലുണ്ടായ അപകടത്തിൽ 70 പേരാണ് മരിച്ചത്. മാലിയിൽ നിയമാനുസൃതമല്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി ഖനികളുണ്ട്. വിഷയത്തിൽ ആശങ്ക വ്യക്തമാക്കുന്നതാണ് നിലവിലെ അപകടം. വിഘടനവാദികൾക്കാണ് ഇത്തരം ഖനികൾ കൊണ്ട് പ്രയോജനം ലഭിക്കുന്നതെന്നാണ് ആരോപണം. മാലിയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നതിൽ പ്രാധാന്യമുള്ളത് സ്വർണ്ണമാണ്. 2021-ലെ കയറ്റുമതിയിൽ 80% സ്വർണ്ണമായിരുന്നു. മാലിയിൽ 2 ദശലക്ഷത്തിലധികം ആളുകളാണ് ഖനികളിലെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഉപജീവനം കൊണ്ടുപോകുന്നത്. മാലിയുടെ ജനസംഖ്യയുടെ 10% വരുമിത്. ഓരോ വർഷവും മാലി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്വർണത്തിന്റെ 6% ചെറുകിട ഖനികളിൽ നിന്നാണ് വരുന്നത്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.